രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ സീത വളരെയേറെ രാക്ഷസിമാരുടെ പരുഷം കേട്ട് ഇരിക്കുന്ന സമയത്താണ് ത്രിജട സീതയ്ക്ക് രാമന് അനുകൂലമായതും രാക്ഷസികൾക്കും ലങ്കയ്ക്കും പ്രതികൂലമായതും ആയ ദുസ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. രാമൻ ജയിക്കും തീർച്ചയാണ്, രാവണൻ വധിക്കപ്പെടും തീർച്ചയാണ്, ലങ്ക മുഴുവനെ ഇല്ലാതാവും എന്ന് എനിക്ക് തോന്നുന്നു ത്രിജട പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യമുണ്ടല്ലോ, ഈ സീതയെ ഇപ്രകാരം ദ്രോഹിക്കുന്ന നിർത്തുകയായിരിക്കും നല്ലത്. ചില സമയത്തൊക്കെ ഈ ബോസ് പറയണത് മുഴുവനെയൊന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ അവരൊരു ഉപജാപമൊക്കെ ഉണ്ടാവും അല്ലേ. ജോലി അയാൾ പറഞ്ഞ മുഴുവനൊന്നും കേൾക്കാൻ നിൽക്കണ്ടിടും. എങ്ങനെയെങ്കിലുമൊക്കെ അയാളെ പ്ലീസ് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കേൾക്കാതെ ഇരിക്കേണ്ടി വരും. അതും കേൾക്കാൻ പോണ്ട പറയാറുണ്ട്. ഒക്കെ പണ്ടുള്ളതാണ്. അപ്പോൾ ത്രിജട ശരിക്കും പറയുക വെച്ചാൽ ഈ അതായത് വൃത്തിയാണ്. അപ്പോൾ അവർക്ക് തോന്നിയത് പറയണം മറ്റുള്ളവരോട്. അവൾക്ക് ദയവായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ നന്മയ്ക്കാണോ ഞാൻ പറയുന്നത്, രാവണന് പറയുകയേ വേണ്ടൂ. പിന്നെയുള്ള പാപം ചിലപ്പോൾ അവൻ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുഴുവൻ പാപം നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? രാവണൻ വന്നാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മതി. ചീത്ത പറഞ്ഞു എന്നും പേടിപ്പിച്ചു എന്നും പറയുക, പക്ഷെ അത് ചെയ്യണ്ട. കാരണം സീത ഒരു അസാധാരണ സ്ത്രീയാണ്. സാധാരണ ഒരു സ്ത്രീയാണെന്ന് കണ്ടാൽ തോന്നും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. മുഖലക്ഷണങ്ങളെ കൊണ്ട് ഉത്തമയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തൊക്കെ ലക്ഷണം വേണം അതൊക്കെ ഇവളിൽ ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, സീതയെ കൊല്ലാനും തിന്നാനും നിൽക്കണ്ട. അങ്ങനെ വേണമെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിന്നോളിൻ, അതായിരിക്കും നന്നാവുക. ഇടത് കൈ തുടിക്കുക, ഇടത് കണ്ണ് തുടിക്കുക, പ്രകാരത്തിലുള്ള പല ലക്ഷണങ്ങളും ഇവളിൽ ഞാൻ കണ്ടു. പക്ഷേ ഇതൊക്കെ ത്രിജട സ്വപ്നം കണ്ടു എന്നല്ലാണ്ട് സീതയുടെ മനസ്സിനെ സമാധാനിപ്പിക്കാനൊന്നും ഇത് പോയില്ല. സ്വപ്നം കണ്ടത് ത്രിജടയാണല്ലോ, സീതയല്ലല്ലോ. സ രാക്ഷസേന്ദ്രസ്യ വചോതിശമ്യ തത് രാവണസ്യ പ്രിയം അപ്രിയാർത്ഥ സീതാപി തത്രാതയഥാവനാന്തേ സിംഹാപിപന്ന ഗജരാജകന്യ. നല്ലൊരു പിടിയാന സിംഹത്തിൻ്റെ പിടിയിൽപ്പെട്ട പോലെ പിടി കൊടുക്കാതെ ആന ഓടി നോക്കിത്രേ. പിടിപ്പെട്ട നിവൃത്തിയില്ല. സിംഹത്തിനോട് ആന തോൽക്കുകയുള്ളൂ എന്നാണല്ലോ പറയണത്. അതുപോലെ പേടിച്ചു. രാവണനാകുന്ന സിംഹത്തിൻ്റെ കയ്യിൽപ്പെട്ട ഈ വേറെയും ഉപമ പറഞ്ഞു. ബാലേവ കന്യ വിലലാപസീത. പല്ലവരാലും പിടിച്ച് ബലാത്കാരേണ കൊണ്ടുപോയിട്ട് ഒരു കാട്ടിൽ ഉപേക്ഷിച്ചാൽ ഒരു ചെറിയ പെൺകുട്ടി, ഒന്നും എതിർക്കാൻ കഴിയാത്ത പെൺകുട്ടി എപ്രകാരം അവിടെ കിടന്ന് കരയും, അല്ലാണ്ട് എന്താ കുട്ടി ചെയ്യുക? അതുപോലെ കരഞ്ഞു നിസ്സഹായായിട്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മരണവും വരുന്നില്ലല്ലോ. നാ അകാല മൃത്യുർ ഭവതീതി സന്ത. അറിവുള്ളവർ പറയുന്നു മരണം അതിൻ്റെ സമയത്തേ വരുള്ളൂ. ശരിയാണ്, എനിക്ക് തോന്നുന്നു. ഇപ്പം മരണം വരികയാണെങ്കിൽ എത്ര നന്ന്. ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കണതിലും ഭേദം എൻ്റെ ഹൃദയം എങ്ങനെ ഇതെല്ലാം താങ്ങുന്നു എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. എന്താണ് ഇത് പൊട്ടിത്തകരാത്തത്? എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു, ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ദ്വിജന്മാർക്ക് എങ്ങനെ മന്ത്രമോ വിദ്യയോ കിട്ടുന്നില്ലയോ, അത് കിട്ടില്ലല്ലോ. അതുപോലെ രാവണ എന്നെ നിനക്ക് കിട്ടില്ല. അദ്വിജന് ബ്രാഹ്മണനല്ലാത്തവർക്ക് വത്യാഗമസ്യ പ്രിയദർശനസ്യ ഭാവന്നജാസ്യാഹമന പ്രദായു മലം ദ്വിജോ മന്ത്രവിദ അദ്വിജായ. മന്ത്രം അദ്വിജന് എങ്ങനെ കിട്ടില്ല? അതുപോലെ എന്നെ
ദുഷ്ട രാവണ, നിനക്ക് കിട്ടാൻ പോകണില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവൻ ഇല്ലാത്ത ശരീരവും നിനക്ക് കാണേണ്ടി വരിക. പക്ഷെ സീത വിചാരിച്ചു, ഇതൊക്കെ പറയുക എന്നേ ഉള്ളൂ, ഒരു രക്ഷയില്ലെങ്കിൽ എന്നെ കൊല്ലാൻ ആ ദുഷ്ടൻ മടിക്കില്ല. തനിക്കില്ലെങ്കിൽ വേറെ ആരും അനുഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ കൊല്ലില്ലേ. ബദ്ധസ്യ വധ്യസ്യയതാ നിശാന്തേ. ചിലപ്പോൾ ജനിച്ച കുട്ടിയെ ജനിക്കാതിരിക്കാൻ വൈദ്യൻ ഇല്ലാണ്ടാക്കും. അതുപോലെ എന്നെ ഇവൻ നിഷ്പ്രയാസം എന്ന് കാണിക്കാനാണ് ഉപമ പറഞ്ഞത്. കുട്ടിയെ ഇല്ലാണ്ടേക്കാൻ വൈദ്യൻ വിചാരിച്ചാൽ പ്രയാസമില്ല. നമുക്ക് ചിലപ്പോൾ വൈദ്യം അതിനെ മരുന്നാ കൊടുക്കുക, കുട്ടിയെ ഇല്ലാണ്ടേക്കുക. അതുപോലെ നിഷ്പ്രയാസമായിട്ട് എന്നെ ഇല്ലാണ്ടാക്കും. ഒരു കുറ്റവാളി തടവിൽ കഴിയണ പോലെയല്ലേ എനിക്ക് കഴിയേണ്ടി വന്നത്. ഇതിന് ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? രാജകുമാരിയാവുക, ദശരഥൻ്റെയും കൗസല്യയുടെയും സ്നുഷയാവുക, സർവോപരി രാമൻ്റെ പത്നിയാകുന്ന എനിക്കൊരു തടവിൽ അനങ്ങാൻ സ്വാതന്ത്ര്യമില്ലാണ്ട് കഴിയേണ്ടി വരിക. ഇതിന് എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്? ഹാ രാമ ഹാ ലക്ഷ്മണ ഹാ സുമിത്രേ ഹാ രാമമാതാ സഹമേ ജനന്യ. ലക്ഷ്മണ, കൗസല്യേ, രാമ, സുമിത്രേ എന്നിങ്ങനെ വിചാരിച്ചു. ഇവരൊക്കെ അല്ലേ ഉള്ളൂ തനിക്ക്. അപ്പോൾ ഇഷ്ടമുള്ളവരുടെ പേര് അമ്മമാരേ എന്ന് വിളിക്കുകയാണ്. അമ്മേ, എല്ലാ അമ്മമാരെയും ചേർത്ത് ഒരൊറ്റ വിളി. ഭാഗ്യഹീനയായിട്ടുള്ള ഞാൻ കൊടുങ്കാറ്റിൽ ഒരു കടലിൽ വഞ്ചി കടന്ന് ഉലഞ്ഞ് അത് മുങ്ങും എന്നുറപ്പായാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ചെറിയ ആപത്തിലല്ല. ഒന്നുകിലോ രാവണൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ രാവണന് ഞാൻ വഴങ്ങേണ്ടി വരും. രണ്ടായാലും കഷ്ടമാണ് അല്ലേ? മരിക്കുക എന്ന് പറഞ്ഞാലും കഷ്ടം, വഴങ്ങുക എന്ന് പറഞ്ഞാലും കഷ്ടം. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽ പെട്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറയുകയാണ്. ഈശ്വര, ആ മാരീചനാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയത്. രാമലക്ഷ്മണന്മാരെ എന്നിൽ നിന്ന് അകറ്റി ദുഷ്ടരാവണന് അപഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതായ മാരീചൻ മരിച്ചുവോ? മരിച്ചു. അത് സീതയ്ക്ക് അറിഞ്ഞിട്ടില്ല. കരച്ചിൽ കേട്ടു എന്നാണ് പറഞ്ഞത്. കള്ളക്കരച്ചിലാവാലോ. മാരീചൻ ശരിക്ക് അസ്ത്രം തറച്ചിട്ടാണ് മരിച്ചത്. പക്ഷെ അത് സീതയ്ക്ക് അറിയില്ല. വെറുതെ അങ്ങോട്ട് കരഞ്ഞതാണെങ്കിലോ? മാരീചൻ മരിക്കാണ്ടിരിക്കാം. മരിക്കാണ്ടിരുന്നാലോ എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് അല്ലെങ്കിൽ എന്തു ചെയ്യും? രാമനെയും വധിച്ചുവിടാന്നില്ല, ലക്ഷ്മണനെയും വധിച്ചുവിടാന്നില്ല. നൂനം വിശസ്തോ മമ കാരണാത്തോ സിംഹർഷബോധാവ്യോ വൈദ്യുതേന തരസ്സിനോ ധാരയതാ മൃഗസ്യ സത്തേന രൂപം മനുജേന്ദ്രപുത്രവും. മനുജേന്ദ്രപുത്രന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ ഈ ദുഷ്ടൻ മാരീചൻ കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് വധിച്ചിട്ടുണ്ടാവുമോ? അതിലും സാധ്യതയുണ്ട്. ഈശ്വര, ആ ലക്ഷ്മണനോട് ഞാൻ എൻ്റെ അടുത്തുനിന്ന് രാമനെ നോക്കി പോവാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. ആര്യപുത്രനെ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞയച്ചതിനുള്ള ശിക്ഷയാണ് എനിക്കിത്. ആര്യപുത്രൻ്റെ അടുത്തേക്ക് പോവൂ ലക്ഷ്മണ എന്ന് പറഞ്ഞു. അത് പരുഷമായിട്ടാണ് ഇനിയും പറഞ്ഞത്. ആ ലക്ഷ്മണനെ തെറ്റിദ്ധരിച്ചതിൻ്റെ ശിക്ഷയാവാം ഇതെല്ലാം. അനുസരിച്ച് ഹാ രാമ സത്യപ്രദീർഘബാഹോ, മഹാശക്തനായിട്ടുള്ള രാമ, പൂർണ്ണചന്ദ്ര പ്രതിമാന വക്ത്ര, പൂർണ്ണചന്ദ്രനോളം സുന്ദരമായിട്ടുള്ള മുഖമോട് കൂടിയിട്ടുള്ള അങ്ങ് എന്താണ് എന്നെ കൊല്ലാൻ ഇവൻ തുനിഞ്ഞു രാവണൻ എന്നറിയാത്തത്? ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന സത്യം അങ്ങ് അറിയണില്ലേ? ഈ ദുഷ്ടൻ എന്നെ കൊല്ലാൻ ഒരു പ്രയാസവും. അപ്പോൾ ആസന്ന മരണയായിരിക്കുന്ന എൻ്റെ അവസ്ഥ അല്ലയോ രാമ? സുന്ദരനായിരിക്കുന്ന അങ്ങ് എന്താണ് അറിയാതെ എവിടെയോ പോയി ഇരിക്കുന്നത്? ഞാൻ ഇവിടെയാണ് എന്ന് അങ്ങേക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തെല്ലാം സദ്ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടും ഒരു ഉപകാരവും ഇല്ലാതായല്ലോ. പാതിവൃത്യം, എല്ലാവരോടുള്ള ബഹുമാനം, സച്ചിന്തകൾ, നിലത്ത് കിടന്നു, കാട്ടിൽ കഷ്ടപ്പെട്ടു, ഒരു ചിന്തയും വാക്കും പഴവായിട്ട് ചെയ്യാതെ അതെല്ലാം വെറുതെ ആയല്ലോ. ഈ ധർമ്മം ആചരിച്ചതായിട്ടുള്ള എനിക്ക് ഒരു ഗുണവും ഇതുകൊണ്ട് കിട്ടിയില്ലല്ലോ. ഏകപത്നി വ്രതം അതും വ്യർത്ഥമായല്ലോ എന്ന് പറയണം. യാത്വാം ന പശ്യാമി കൃശാഭിവർണ ഹീനാത്വയാ സംഗമനേ നിരാശ. രാമ, അങ്ങയോടുകൂടിയുള്ള സംഗമം ഇല്ലാത്ത ഈ ദുരിതം, ഈ നരകം
എൻ്റെ സർവ്വഗുണങ്ങളെയും സൗഭാഗ്യങ്ങളെയും ഇല്ലാതാക്കിയല്ലോ. ചിലപ്പോൾ രാമൻ മരിച്ചു എന്ന് വരാം, അഥവാ മരിച്ചില്ലെങ്കിലോ അയോധ്യയിലേക്ക് പോവും. എന്നിട്ട് ധാരാളം സ്ത്രീകളെ രാമന് കിട്ടും. ഞാൻ മാത്രം മതിയെന്നൊന്നുമില്ലല്ലോ, രാജാവല്ലേ. അനവധി സ്ത്രീകളോടുകൂടി ആ രാമൻ രമിക്കും. അതിനും സാധ്യതയുണ്ട്. ഞാൻ വേണം എന്ന് രാമനിപ്പോൾ എന്താ ഇത്ര നിർബന്ധം? എൻ്റെ എല്ലാവിധ ആ നിഷ്ഠകളും പ്രാർത്ഥനകളും വ്യർത്ഥമായി പോയല്ലോ എന്ന് ദുഃഖിക്കുകയാണ്. ഒരു ലേശം വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങളെ കൊണ്ട് വെട്ടിക്കൊല്ലാനോ കൊല്ലപ്പെടാനോ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഈ ലങ്കയിൽ രാക്ഷസിമാരുടെ ഇടയിൽ ആരാണ് എനിക്കത് നൽകുക? എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തന്ന അവളായിരിക്കും എനിക്കിപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് വരെ ചിന്തിച്ചു. വീണ്ടും അഹം ഗമിഷ്യാമി യമസ്യ മൂലം. ഈ തലമുടി എവിടെയെങ്കിലും അങ്ങോട്ട് ചിറ്റി മരിച്ചാലോ? അതുവരെ ചിന്തിക്കുകയാണ്. ഈ തലമുടി വല്ല വൃക്ഷത്തിൻ്റെ മുകളിലോ മറ്റോ ചുറ്റിയിട്ട് അങ്ങോട്ട് നശിച്ചാൽ ശോകാപി തപ്പതാ ബഹുതാപി ചിന്ത്യ സീതാത വേണീകൃതനം ഗൃഹീത്വ. വേണി തലമുടി, ആ തലമുടി ഇങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് ഇത് ചുറ്റിയിട്ട് അങ്ങോട്ട് മരിക്കുക, വേറൊന്നും കിട്ടാതില്ല വെച്ചാൽ അങ്ങനെയാവാലോ. ഇപ്രകാരം ചിന്തിച്ചിരിക്കുമ്പോൾ ചില ദുർനിമിത്തങ്ങളല്ല നല്ല നിമിത്തങ്ങൾ കണ്ടു. നല്ല ശകുനങ്ങൾ, സുനിമിത്തങ്ങൾ ചേർന്ന ചില ലക്ഷണങ്ങൾ സീതയ്ക്ക് അനുഭവത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഉപർത്തിദാസ മൃദു സർവദാംഗർവഗാത്രി ശാഖാംഗൃഹീത്വാജനഗസ്യതസ്യ. വൃക്ഷത്തിൻ്റെ കൊമ്പ് പിടിച്ച് അങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് ശോകാനിമിത്താനി തഥാ ബഹൂരി ധൈര്യാർജിതാനി പ്രവരാണി ലോകേ. നല്ല ശകുനങ്ങൾ, നല്ല നിമിത്തങ്ങൾ ചിലതൊക്കെ എങ്ങനെ കാണുകയാണ്, സുനിമിത്തങ്ങൾ പലതും. ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത്? വല്ല ആശയ്ക്കും വഴിയുണ്ടോ? തഥാഗതാം താം വ്യതിതാം അനിന്ദിതാം വ്യപേതകർഷ്ടാം പരിദീനമാനസാം ശുഭാം നിമിത്താനി ശുഭാനി ബേജിരേ നരഞ്ചിയാജുഷ്ടമിവോപജീവിനാം. ശുഭയും സന്തോഷം തരുന്നതും ആയ ചില ദുർനിമിത്തങ്ങൾ ധനാഢ്യനെ ആശ്രിതന്മാർ എന്ന പോലെ സേവിച്ചു. നമ്മുടെ ഉപമ. നിമിത്താനി ശുഭാനി ബേജിരേ, ഏതുപോലെ? ശ്രിയ ജുഷ്ട ഇവോപജീവിന. ഈ കാശ് കുറച്ച് കയ്യിലുണ്ട് എന്ന് കൂട്ടുക, നിധിയോ ലോട്ടറിയോ ഏതെങ്കിലും വഴിയായിട്ട് ധനലാഭം ഉണ്ടാവുക. അവരുടെ കൂടെ എപ്പോഴും ചില ശിങ്കിടികളുണ്ടാവും അല്ലേ? എങ്ങനെയെങ്കിലും ആ കാശ് തരാക്കണം. അവരുടെ ഉദ്ദേശം അതാണ്, വല്ലാണ്ട് സ്നേഹം കൊണ്ടൊന്നുമല്ല. 4 കാശ് അയാളുടെ ഉള്ളത് തരാക്കാൻ വേണ്ടി ആളുകൾ എപ്രകാരം ധനികന്മാരുടെ കൂടെ കൂടിയിട്ടും പാടിയിട്ടും നിൽക്കുക എന്ന് പറയും. അതുപോലെ ഉപമയാണ്. ശുഭനിമിത്തങ്ങൾ സീതയെ ഇങ്ങോട്ട് തേടി വന്നു. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, പലതും തന്നെ വരേണ്ടതാണ്. അതിലിടയ്ക്കാണ് ഇടത് ഭാഗം തുടിക്കുക, ഇടത് കണ്ണ് തുടിക്കുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പലതും കണ്ടത്. വാമമരാളപക്ഷ്മ രാജി മൃതം ശുക്ലവിശാല കൃഷ്ണം. നല്ലതായിട്ടുള്ള ഇടത് കണ്ണ് തുടിക്കുക, പ്രകാരത്തിലുള്ള തൊട, കാല്, മറ്റു ഭാഗങ്ങൾ, ഇടത് കൈ, ഇതൊക്കെ സുഖാർഹയായിട്ട് കൊട്ടാരത്തിൽ അഖില ചന്ദനം മുതലായിട്ട് തേച്ച് പൂശി സുഖമായിട്ട് കഴിയേണ്ട സീതയുടെ നല്ല അവയവങ്ങളിതാ തുടിക്കുന്നു. അശുഭലക്ഷണങ്ങൾ കണ്ണു. ഇവിടെ പറഞ്ഞു ഗജേന്ദ്രകർത്ത പ്രതിമച്ചഹീപീന തയോർവയോ സംഹതയോ സുജാത. ആനയുടെ തുമ്പിക്കൈ പോലെ തടിച്ച തുടകളുള്ളതുമായ ആ തുടകൾ ചിലതൊക്കെ തുടിക്കാൻ തുടങ്ങി. ആ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ രാമൻ വന്ന് നിൽക്കുന്നു എന്നിങ്ങനെ സീതയോട് പറയുന്നതായിട്ട് തോന്നി. ചില പ്രത്യേക രീതിയിലുള്ള ഈ വസ്ത്രത്തിൻ്റെ ആ ഒരു കിഴിഞ്ഞു പോക്ക് വിചാരിച്ചിട്ട് മുണ്ട് മുറുക്കിയെടുക്കാണ്ട് കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല കേട്ടോ. സാരി നേരെ എടുക്കാണ്ട് കഴിഞ്ഞു, അതല്ല ഇവിടെ പറയണത്. ചില പ്രത്യേക വിധത്തിൽ ഈ വസ്ത്രം കഴിഞ്ഞു പോകുന്നത് ഒരു സുലക്ഷണമായിട്ട് പറയും. എന്താ എൻ്റെ മുണ്ട് ഇങ്ങനെ ഉടുത്താൽ നിൽക്കാത്ത? ചിലരുടെ ദുർനിമിത്തമായിട്ടും പറയും കേട്ടോ, മുണ്ട് ഇങ്ങനെ നിൽക്കാതിരിക്കുന്നത് ശരിയല്ല. പക്ഷെ ഇവിടെ ശുഭമായിട്ടാണ് പറയണത്. വസ്ത്രം കിഴിഞ്ഞു പോയി. വാസസ്ഥിതയ ശിഖരാഗ്രദന്ത്യ ദത്യ കിഞ്ചിൽ പരിശ്രംസദചാരുഗാത്ര്യ. സീത ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ കുറേശ്ശെ ഇങ്ങനെ കിഴിഞ്ഞു പോയതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടപ്പോൾ
എന്തുപോലെയാണ് സീതയ്ക്ക് തോന്നിയത്? വർഷേണ ബീജം പതിസഞ്ചകർഷ, അനവധി കാലമായിട്ട് മഴ കിട്ടാതെ കുറച്ച് മഴയിട്ട് കിട്ടിയാൽ പുല്ലുകളും മറ്റും കിളിർക്കുന്നത് പോലെ, വിത്തുകൾ മൊത്തം മുളയ്ക്കുന്നത് പോലെ കുറേയിട്ട് ദുഃഖമാണ് അല്ലേ? അതിനൊരാശ്വാസം എന്ന നിലയിൽ ഇതാ ചില ശുഭലക്ഷണങ്ങൾ കണ്ടു. ഗ്രഹണം കഴിഞ്ഞിട്ട് ചന്ദ്രസൂര്യന്മാർ എങ്ങനെ പുറത്തേക്ക് വരുന്നുവോ അതേപോലെ ചന്ദ്രനാൽ നിശ എന്ന പോലെ ആ ദുഃഖം ഒന്നങ്ങനെ മാറി. ഈശ്വര, എന്തെങ്കിലും ഒരു ആശയ്ക്ക് എനിക്ക് വഴിയുണ്ടോ? അങ്ങനെ ലേശങ്ങനെ വെളുത്ത പക്ഷത്തിൽ ഉദിച്ച ചന്ദ്രനെ പോലെ ശീതാംശുന രാത്രി ദിവോദിതേന, രാത്രിയിൽ ആ ചന്ദ്രൻ ഉദിച്ചതായിട്ടുള്ള പ്രകാശം സീതയുടെ മനസ്സിലും സീതയുടെ മുഖത്തും നല്ല നിമിത്തങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായി. അപ്പം അങ്ങനെ സീതയുടെ ദുഃഖവും ഹനുമാൻ്റെ ചില ചിന്തകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത്. ഹനുമാനഭി വിക്രാന്ത സർവഞ്ചാവതത്തത സീതായാത്ത് ജഡായാച്ച രാക്ഷസീനാഞ്ച തർച്ചനം. ത്രിജട, ഈ സ്ത്രീകളോടൊക്കെ ഈ സ്വപ്നത്തെ പറ്റി പറയണതൊക്കെ ഹനുമാൻ കേൾക്കുന്നുണ്ട്. കേട്ടാൽ മനസ്സിലാവില്ല, എല്ലാം അങ്ങനെ കേൾക്കണു. അങ്ങനെ ദേവത പോലെയുള്ളതായിരിക്കും ആ സീതയെ ഹനുമാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇവളിപ്പോൾ മരിക്കുമോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നത് വെറുതെയോ? ഇവിടെ വന്ന ഈ വിവരം അവിടെ പോയി പറഞ്ഞ് അവർ പടകളോട് കൂടി വന്ന് രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഇനിയും കുറേ സമയം വരും. രാവണൻ കൊടുത്ത അവധി തന്നെ 2 മാസമുണ്ട്. അതിലിപ്പോൾ എത്ര കഴിഞ്ഞു ശരിയ, എന്നാലും അതിലിടയ്ക്ക് തന്നെ ഈ സീത വല്ല അകൃത്യവും പ്രവർത്തിച്ചാലോ എന്നാണ് ഹനുമാൻ്റെ മനസ്സിലുണ്ടായ വിഷമചിന്ത. ഹനുമാനും വിഷമിക്കുക തന്നെയാണ്. ആർക്കും വിഷമത്തിൽ നിന്ന് എന്തില്ല, മോചനമില്ല. ബഹുവിധം ചിന്താം ചിന്തയാമാസവാനര, പലവിധ ചിന്തകളിൽ യാം കപീനാം സഹത്രാണി സുബഹൂന്നൈതാനിച്ച. സീതയെ കണ്ടു. സ്വാമിയായിട്ടുള്ള രാമൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഭാഗേപ്പായുള്ളൂ. സീതയെ കണ്ടതുകൊണ്ടായോ? ഇതവിടെ പോയിട്ട് പറയണം ഐതാനി, 10,000 സൈന്യങ്ങൾ വരണം, യുദ്ധത്തിൽ രാമൻ ജയിക്കണം. ഉറപ്പിക്കാൻ പറ്റുമോ? യുദ്ധം എങ്ങനെ വേണച്ചാലും ആവാൻ തോൽവിയും ചെയ്യും. നാൾ ജയിക്കുന്ന ഉറപ്പിച്ചിട്ടൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? പറ്റില്ല എന്നാണ്. മിക്കവാറും ഭാഗ്യം അവിടേക്കാണ് പോവാന്ന് പറയാൻ പറ്റില്ല അത്രേ. അപ്പം രാവണൻ്റെ പ്രഭാവം ഞാൻ നന്നായി നോക്കി കണ്ടു. പക്ഷേ അത് അവിടെ പോയി പറഞ്ഞിട്ടില്ല. എന്നെ സീതാദേവി കണ്ടിട്ടുമില്ല. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ആ സീതയെ ഒന്ന് ആശ്വസിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ? രാക്ഷസാധിപതേരസ്യ പ്രഭാവോ രാവണസ്യ യുക്തം തസ്യ പ്രമേയസ്യ സർവസത്വാദയാവതാ സമാശ്വാസയിതും ഭാര്യാം പതിദർശനകാംക്ഷിണീം. പരിദർശനകാംക്ഷിണി ആയിട്ടുള്ള സീത, ഭർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സീതയെ ചില വാക്കുകളെ കൊണ്ടെങ്കിലും സമാശ്വസിപ്പിക്കാനുള്ള ഒരു ബാധ്യത തനിക്കില്ലേ? അല്ലെങ്കിൽ അത് താൻ നിർവഹിക്കണ്ടേ? അല്ലാതിരുന്നാലോ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. ചിലപ്പോൾ ഇവൾ ജീവൻ തന്നെ ഒടുക്കും. അനാശ്വാസ്യ ഗമിഷ്യാമി ദോഷഗമനം ഭവേൻ. ജീവൻ ഒടുക്കുന്നർത്ഥം. പതിത്രാണം അപശ്യന്തി ജാനകി ജീവിതന്തരേൻ. അപശ്യന്തി കാണാതെ കണ്ട്, പതിയെ കാണാതെ കണ്ട് ഇവൾ ജീവൻ ഒടുക്കിയാൽ ഞാൻ ഇവിടെ വന്നതും വെറുതെയാവും. ഈ എടുത്ത പണിയൊക്കെ വെറുതെ ആവില്ലേ? അതുകൊണ്ട് എങ്ങനെ ഇവളെ ആശ്വസിപ്പിക്കാൻ പറ്റും? വളരെ സീതയെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന രാമന് തനിക്ക് ഒരാശ്വാസം കൊടുക്കണം. അതിന് വേഗം മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. സീതയെ ആശ്വസിപ്പിക്കാതെ മടങ്ങിപ്പോയാലോ അത് ശരിയാവില്ല. പോവാഞ്ഞാലോ രാമൻ ദുഃഖിക്കും. ഇതൊക്കെ പ്രശ്നമുണ്ട്. വേഗം പോവും വേണം, ആശ്വസിപ്പിക്കും വേണം. അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ സാധിക്കും? നിശാചരീണാം പ്രത്യക്ഷമനർഹം ചാഭിഭാഷണം. അനവധി രാക്ഷസികളുണ്ട്. ഇവരുടെ ഇടയ്ക്ക് ആ രാക്ഷസികളുടെ മുമ്പാകെയാണല്ലോ സീത സ്ഥിതി ചെയ്യണത്. അപ്പം അവരറിയാതെ ഞാൻ എങ്ങനെ ഇപ്പോൾ സീതയെ സമാശ്വസിപ്പിക്കും? അതും വലിയ വിഷമമുള്ള കാര്യമാണ്. അവരറിയാതെ സീതയെ ആശ്വസിപ്പിക്കണം. അതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഈ കണ്ട വിവരം രാമനോട് പറയും വേണം. ഇങ്ങനെ 2 കൂട്ടർക്കും ആശ്വാസം കൊടുക്കുക എന്ന ഒരുപാട് കാലവിളംബം വരാതെ ചെയ്യേണ്ടതായിട്ടുള്ളൊരാവശ്യപ്പുണ്ട്.
രാക്ഷസിമാരുടെ മുമ്പാകെ അണച്ചാലോ ആശ്വസിപ്പിക്കാനൊട്ട് പറ്റൂല. എന്തായാലും തക്കം നോക്കി ഇരിക്കുക. പറ്റിയൊരവസരത്തിൽ എന്ത് ചെയ്യണം? സീതയെ 2 വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കും. രാമൻ വരും, സീതാദേവിയെ കൊണ്ടുപോകും. ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് സീതയ്ക്കൊരു ആശ്വാസമാവും. അന്തരം തകമാസാദ്യ രാക്ഷസീനാമികർത്തിത ശനേർ ആശ്വാസയിഷ്യാമി സന്താവ ബഹുലാമിമാം. ദുഃഖത്തിൻ്റെ ആഴത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് തക്കം നോക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. രാക്ഷസിമാർ ഒക്കെ ഇല്ലാത്ത ചെറുതായിട്ടുള്ള ഒരു ഇടവേളയിൽ, ചെറുതായിട്ട് അങ്ങനെ കിട്ടുന്നതായിട്ടൊരു സന്ദർഭത്തിൽ മനുഷ്യ ശബ്ദത്തിൽ ഈ ദേവിയോട് സംസാരിക്കണം. അല്ലെങ്കിൽ പേടിക്കും. ഹനുമാൻ്റെ യഥാർത്ഥ ശബ്ദം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശബ്ദമൊന്നും ആവില്ല, ഇടിവെട്ടണ ശബ്ദമാണ്. അപ്പോൾ ഇത് രാവണനാണോ എന്ന് വിചാരിച്ച് സീത ഒന്നും കൂടി പേടിച്ചിട്ട് വല്ല മരണമോ മറ്റോ സംഭവിച്ചാലോ, ജീവഹാനി. അപ്പോൾ മനുഷ്യ ശബ്ദത്തിൽ മൃദുവായിട്ട് ഈ ദേവിയോട് സംസാരിക്കണം. അല്ലാഞ്ഞാൽ എൻ്റെ ശബ്ദം ഘോരമായി കേട്ട് സീത ഭയക്കുകയോ രാക്ഷസിമാർ രാവണനെ അറിയിക്കുകയോ ചെയ്യും. ഇവിടെ വല്ലാത്തൊരു സത്വം വന്നിട്ടുണ്ട്. കേട്ടാൽ രാവണൻ വെറുതെ ഇരിക്കുമോ? ആയുധങ്ങളുമായിട്ട് വരും. ആയുധങ്ങളായിട്ട് വന്നാൽ ചിലപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും. വലുതായിട്ടുള്ള കോലാഹലം പടി ഉണ്ടാവും. എന്നെ വധിക്കാനും മടിക്കില്ല, അതിനും സാധ്യതയുണ്ട്. ശൂലം, ശരം, വാള് മുതലായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ച് അവരെല്ലാവരും വന്നാൽ ഞാൻ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട ഇവിടുന്ന് രക്ഷപ്പെടൽ എളുപ്പമല്ല. ഹനുമാനായതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കാം, എന്നാലും അത് വലിയ കോലാഹലാവും. എന്നല്ല, ദേഷ്യം വന്നിട്ട് സീതയെ വധിച്ചാലോ, അങ്ങനെയും വരാലോ. ഹിംസാഭിരുചയോ ഹിംസുർ ഇമാം വാചനകാത്മജം. ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് കിട്ടാത്ത സീത ഇപ്പം അങ്ങനെ രാമൻ അനുഭവിക്കേണ്ടെന്ന് വിചാരിച്ച് സീതയെ വധിക്കാനോ വല്ല വിഷമമുണ്ടോ? രാവണനൊരു പിച്ചകപ്പൂവ് ചീന്തി പിടിച്ച് ഒടിച്ച് കളയണ പോലെ സീത വധിക്കപ്പെട്ട ഈ എടുത്ത പണി മുഴുവൻ വെറുതെ ആയില്ലേ? സീതയെ ജീവനോടെ പിടിക്കുക, കൊണ്ടുപോവുക, രാവണനെ കൊല്ലുക, സീതയെ അനുഭവിക്കുക, രാമൻ സുഖമായിട്ട് വീണ്ടെടുക്കുക, ഇതല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ നിന്ന് തെറ്റാനും വഴിയുണ്ട്. അപ്പോൾ ആലോചനയില്ലാണ്ട് വലിയ ശബ്ദത്തിലോ എല്ലാവരും അറിയിക്കുന്ന വിധത്തിലോ സീതയോട് സംസാരിക്കാനും നിവൃത്തിയില്ല. ഈ കടലിന് നടുക്കുള്ള പോലെ ആയല്ലോ ഈശ്വര എൻ്റെ അവസ്ഥ. എങ്ങനെ സമാധാനിപ്പിക്കും? എങ്ങനെ സമാധാനിപ്പിക്കാതിരിക്കും? എങ്ങനെ അമാന്തിക്കും? അമാന്തിക്കാൻ നിവൃത്തിയില്ല. അമാന്തിക്കാതെ പറ്റണമില്ലല്ലോ. ഇവരൊക്കെ ഒന്ന് പോയി കിട്ടണ്ടേ? അതൊട്ടുണ്ടാവണമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഈ സ്ഥാനത്തേക്ക് ഞാൻ അഥവാ വധിക്കപ്പെട്ടാൽ ആരാണ് പകരം ഉണ്ടാവുക? അഥവാ എന്നെ വധിച്ചാൽ എനിക്ക് പകരം ഒരാൾ വേണ്ടേ? ഇതുപോലെ ഇവിടെ വന്ന് സമർത്ഥമായിട്ട് കാര്യങ്ങൾ നടത്താൻ ഏത് വാനരനാണ് കഴിയുക? ന ശക്ഷ്യാമ്യഹം പ്രാപ്തം പരംഭാരോ മഹോദതി. ഭയങ്കരമായിട്ടുള്ള സമുദ്രം കടക്കാൻ എന്നെപ്പോലെ വേറൊരാൾക്ക് സാധിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രാണനാശം ഒരിക്കലും അഭിലഷണീയമല്ല. അത് നടക്കുവരുത്. എന്നാൽ സീതയെ സമാശ്വസിപ്പിക്കും വേണം. അല്ലച്ചാടയ്ക്ക് സീത മരിച്ചാലോ? ഞാൻ എന്നെ വിശ്വസിച്ചിട്ട് രാമനെ അയച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും വിഡ്ഢിത്തം ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. ഉറപ്പായ കാര്യങ്ങൾ പോലും വിഡ്ഢിത്തം കൊണ്ട് നശിക്കും, ഇല്ലേ? ബുദ്ധിയുടെ കുറവ് കൊണ്ട് നശിക്കുക, അങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭൂതാചാർത്ത വിരുദ്ധ്യന്തി ദേശകാല വിരോധിത. ദേശങ്ങൾക്കും കാലങ്ങൾക്കും നിരക്കാത്ത അബദ്ധം കൊണ്ടും വിഡ്ഢിത്തം കൊണ്ടും നേടാൻ ഉറപ്പുള്ള കാര്യങ്ങൾ പോലും നേടാതെ നഷ്ടപ്പെട്ട കഥകൾ എത്രയോ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിശൂന്യത എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവാനും പാടില്ല. ദൂതൻ ബുദ്ധിയുള്ളവനാവണം. എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട്, മൂഢത്വം കൊണ്ട് സർവ്വ പദ്ധതിയും വൃഥാവിലാവാൻ പാടുമോ? അപ്പോൾ എങ്ങനെ സീതയെ ആശ്വസിപ്പിക്കാൻ പറ്റും? എന്നെ കണ്ട് സീത ഭയപ്പെടാനും പാടില്ല. അപ്പം എങ്ങനെ ശാന്തമായിട്ടുള്ള രീതിയിൽ ദേവിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ എൻ്റെ നേരെ ആകർഷിക്കാം? ഒരു ഉപായം തോന്നി. അതിൻ്റെ ഒരു വഴിയുണ്ട്. രാമൻ്റെ കഥ ഭംഗിയായിട്ട് അങ്ങോട്ട് പ്രകീർത്തിച്ചാലോ? സീത പേടിക്കില്ല. രാമൻ്റെ കഥ കേട്ടാൽ അസ്വസ്ഥതയില്ലാണ്ടാവുക, സ്വസ്ഥതയുണ്ടാവുക, അല്ലേ? അങ്ങനെയാലോ? രാമം അക്ലിഷ്ടകർമാണം സുബന്ധും അനുകീർത്തയൻ നൈന ഉദ്ദേജയിഷ്യാമി തദ്ബന്ധൂഗത ചേതനാം. രാമവംശത്തിൻ്റെയും ഇക്ഷ്വാകുവംശത്തിൻ്റെയും കഥ ഇവിടെ ഇരുന്നിട്ടാണ്ട് പാടിയാൽ
ദേവിക്ക് ഒരു കുളിർമ എന്തായാലും ലഭിക്കും. രാമപക്ഷത്തുള്ള ആളാണ് ഞാൻ എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇക്ഷ്വാകൂണാം വരിഷ്ഠസ്യ രാമസ്യ വിദിതാത്മന, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചിട്ടുള്ളതായിരിക്കുന്ന രാമൻ എന്ന രാജാവുണ്ടായിരുന്നു എന്നും തുടങ്ങി രാമകീർത്തനങ്ങൾ, മധുരമായിട്ടുള്ള ശബ്ദം, അത് ഉണ്ടാക്കാൻ പറ്റും. സ്വതവേ കുറച്ച് ഘോരമായിട്ടുള്ള ശബ്ദമാണെങ്കിലും സംഗീതത്തിന് ഏറ്റവും ഉപാസന അത്രേ ഹനുമാൻ. അങ്ങനെ പല കഥകളുമുണ്ട്. സംഗീതത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന സംഗീതത്തിൻ്റെ ഒരു ഉടമയാണ് ഹനുമാൻ. അപ്പം മധുരശബ്ദം എന്ന് പറഞ്ഞാൽ പ്രയാസമില്ല എന്നർത്ഥം. ഒരു പ്രയാസമില്ല. സുന്ദരമായിട്ടുള്ള ശബ്ദത്തിൽ രാമകഥ ആലപിച്ചു. സീതയുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചു. ഇതി സ ബഹുവിധം മഹാപ്രഭാവോ ജഗതിപതേ പ്രമദാം അപേക്ഷമാണ മധുരം അവിതതം ജഗാതവാക്യം തുത ഇടമാന്തരം ആർത്തിതോ ഹനുമാൻ. മരത്തിൻ്റെ ചില്ലയുടെ ഉള്ളിൽ മറഞ്ഞു നിന്ന് മനോഹരമായിട്ടുള്ള സ്വരത്തിൽ താഴെ പറയാൻ പോകുന്ന വാക്യങ്ങൾ രാമകഥ ആലപിച്ചു. അത് ബലിക്കും ചെയ്തു. ഉദ്ദേശിച്ച ബലമൊക്കെ ഉണ്ടായി എന്നും പറഞ്ഞ് രാജാ ദശരഥോ നാമ പറഞ്ഞാണ് തുടങ്ങുകയാണ്. ദശരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഉണ്ടായി എന്നും പറഞ്ഞിട്ട് രാമകഥ കീർത്തിക്കുന്നതാണ് അടുത്ത രംഗം. പൂർവം രാമതപോവനാധിഗമനം മത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാരാവണകുംഭകർണ നിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.